മുഴപ്പിലങ്ങാട് മാഹി ബൈപ്പാസിലെ ബാലം അണ്ടർപാസിൽ സർവീസ് റോഡുകളും വിലങ്ങനെയെത്തുന്ന റോഡുകളും കൂട്ടിമുട്ടുന്നിടത്ത് അപകടമുനമ്പ് ആകുന്നു. സർവീസ് റോഡുകളും വിലങ്ങനെയുള്ള റോഡുകളും കൂട്ടുമുട്ടുന്നിടത്താണ് അപകടം പതിയിരിക്കുന്നത്. കൊളശ്ശേരി ഭാഗത്തു നിന്നും കണ്ണൂർ ഭാഗത്തേക്ക് നീളുന്ന സർവീസ് റോഡിൽ വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കാൻ നേരത്തെ ഹമ്പ് ഉണ്ടായിരുന്നു. ഈയിടെയായി ഇത് നീക്കം ചെയ്തതോടെ അപരിചിത വാഹനങ്ങൾ ലക്കും ലഗാനുമില്ലാതെ ഇത് വഴികുതിക്കുകയാണ്. തത്സമയം റോഡിന് വിലങ്ങനെ മമ്പറം ഭാഗത്തു നിന്നും തലശ്ശേരിക്കുള്ള വാഹനങ്ങളും അണ്ടർപാസിലെത്തുമ്പോഴാണ് പരിസരം അപകടക്കെണിയായി മാറുന്നത്. ഇതിനകം ചെറുതായി ഒട്ടേറെ വാഹന അപകടങ്ങൾക്ക് അടിപ്പാത കവല സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. കൂടുതൽ വലിയ അപകടങ്ങൾ ഒഴിവാക്കാൻ നാട്ടുകാരും പോലീസും കാവൽ നിന്ന് ജാഗ്രത പുലർത്തുകയാണിപ്പോൾ. തലശ്ശേരി നിന്നും മട്ടന്നൂർ എയർപോർട്ടിലേക്ക് നീളുന്ന റോഡായതിനാൽ മമ്പറം അഞ്ചരക്കണ്ടി റൂട്ടിൽ എപ്പോഴും വാഹനത്തിരക്കാണ്. സമാനമായി ബൈപ്പാസിന്റെ സർവീസ് റോഡിലും തിരക്കൊഴിയാറില്ല. രാത്രിയിൽ അടിപ്പാതയിൽ വെളിച്ചമില്ലാത്തതും പ്രശ്നമാണ്. കയറ്റമിറങ്ങി വരുന്ന സർവീസ് റോഡിൽ അടിയന്തരമായ ഹമ്പ് സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരും ഡ്രൈവർമാരും ആവശ്യപ്പെടുന്നത്. ഇവിടെ നിത്യേന അപകടം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. ഇവിടെ പിണറായി ഭാഗത്ത് വരുന്ന ബസ്സും തലശ്ശേരി ഭാഗത്ത് വരുന്ന ബസ്സുകളും നിരന്തരം അപകടമുണ്ട്. അതുപോലെ തന്നെ മേൽപ്പാലത്തിന്റെ റിംഗ് റോഡ് സൈഡ് റോഡിലൂടെ ഹൈ സ്പീഡിൽ വാഹനങ്ങൾ വന്നുകൊണ്ട് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നിരന്തരമായ അപകടം എല്ലാ ദിവസങ്ങളിലും ഇവിടെ അപകടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് അടിയന്തരമായി അതിന് പരിഹാരം കാണുമെന്ന് ഇവിടെ രണ്ട് ഭാഗങ്ങളായി പമ്പ് വെച്ച് അതിന് പരിഹാരം കാണുമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ആദ്യം നമ്മുടെ എടുത്തു കളഞ്ഞതാണ്. അവിടെ മെയിൻ്റനൻസ് വർക്ക് നടക്കുമ്പോൾ അവർ എടുത്തു മാറ്റിയതാണ്. അതിനുശേഷം പിന്നെ ഇവർ വെച്ചില്ല. അപ്പൊ അപകടം കൂടി അപകടം അതിന് ശേഷം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. എത്രയുണ്ട് എല്ലാ ദിവസം ഓവർ സ്പീഡാണ് വാഹനങ്ങൾ. ഇതിനുള്ളിൽ ലൈറ്റ് ഉണ്ട്, ഇതിനുള്ളിൽ ലൈറ്റ് ഇല്ല. ഇതിനുള്ളിൽ രാത്രി പല സംഭവങ്ങളും നടക്കുന്നുണ്ട്. ഈ പോലീസുകാർ വന്നിട്ട് അവർക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ല. അങ്ങനത്തെ സ്ഥിതി ഇവിടെയുണ്ട്. വലിയ അപകടവും എല്ലാം ഉണ്ട്. അത് മാത്രം ഇപ്പൊ കാട്ടുപോത്തും എല്ലാം ഇല്ലാന്ന് എല്ലാ ഇതുണ്ട്. ഈ ഏരിയ ഭയങ്കര ഇതായിരുന്നു. ക്യാമറ വെക്കുക, ക്യാമറ ആവശ്യം, ക്യാമറ ഇല്ല, ക്യാമറ അല്ല ഇതന്നെ നോക്കല് അടിയന്തരമായിട്ട് ഒരു പമ്പ് എന്തായാലും വേണമെന്നുള്ള നിർബന്ധമാണ്. അത് അന്നത്തെ ഒരുപാട് ആൾക്കാർക്ക് പരിക്കും മരണത്തിനോട് വലടിച്ച് ഒരാൾക്ക് ഹോസ്പിറ്റലിൽ ഉണ്ട്. അടിച്ചിട്ട് ഇവരങ്ങ് പോവാണ്. ക്യാമറ വെച്ചാലൊക്കെ നല്ല ക്യാമറ വെച്ചാൽ ക്യാമറയിൽ വാഹനങ്ങൾ തിരിച്ചറിയാമല്ലോ. എത്രയോ വാഹനങ്ങൾ നിർത്താണ്ട് പോയിട്ടുണ്ട്. നമ്മൾ ബാക്കി തന്നെ ഓടിയിട്ട് നമുക്ക് കിട്ടില്ല. പോലീസുകാർ പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് പെട്രോളിങ്ങിന് വന്നു കഴിഞ്ഞാൽ പറയാനുള്ളതൊക്കെ പറഞ്ഞത് ഓടും പറഞ്ഞൊരു ക്യാമറ വെക്കണം. പോലീസ് അധികാരികളോട് പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞു. ഈ 100% അടിയിൽ പല പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതായത് രാത്രി കാലങ്ങളിൽ ഇവിടെ ആരുണ്ടാവും, വേറെ ഉണ്ടാവില്ല.